ഭർത്താവിൽ നിന്ന് ക്രൂര പീഡനമെന്ന് കോട്ടയം സ്വദേശി വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. ഭർത്താവ് ജോമിനെതിരെ കേസെടുത്തെങ്കിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും മർദ്ദനമുണ്ടായെന്നാണ് വീട്ടമ്മ പറയുന്നത്. വീടിനുള്ളിലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും അതേസമയം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഒരു വീട്ടമ്മ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന കഥ വെളിപ്പെടുത്തുകയാണ് ഏറ്റുമാനൂർ സ്വദേശിയായ വീട്ടമ്മ. ദൃശ്യങ്ങളിലുള്ളത് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് ഇവർ പറയുന്നു. 10 വർഷത്തിലധികം വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിച്ചത് മുഴുവൻ നൽകിയിട്ടും ഭർത്താവിന്റെ വീട്ടിൽ യാതൊരു സമാധാനവും ലഭിച്ചില്ല. ക്രൂരത തുടർന്നതോടെയാണ് പുറത്തു പറയേണ്ടി വന്നതെന്നും വീട്ടമ്മ പറഞ്ഞു. വിദേശത്തെ ജോലി നഷ്ടമായി വീട്ടിലെത്തിയതു മുതൽ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ അമ്മയുടെ ഭാഗത്തു നിന്നും കടുത്ത മാനസിക പീഡനവും നേരിടുന്നു. 2 പെൺമക്കൾക്കും ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും വീട്ടമ്മ പറയുന്നു. വീട്ടിൽ ഭക്ഷണം പോലും ലഭിക്കാത്ത സാഹചര്യമാണ്. ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും മക്കളുടെയും പാത പിന്തുടരാനാണ് ഭർത്താവിന്റെ നിർദ്ദേശം. അവര് വന്ന കാലം തൊട്ട് പറയുന്നുണ്ട്, നീ പോയി ആത്മഹത്യ ചെയ്യടി, അല്ലെങ്കിൽ നീ പോയി ഇറങ്ങിപ്പോടി. എൻ്റെ മകന്, ജോമോൻ്റെ അമ്മ പറയുന്നത്, എൻ്റെ മകന് നിന്റെ മക്കളെയും വേണ്ട, പിന്നെ എന്തിനാടി ഇവിടെ കിടക്കുന്നത്. ഇപ്പം ഈ ഷൈനി മരിച്ചതിന് ശേഷം ഇവർ പറയുന്നത് എന്നാണെന്നറിയാമോ, അവളെ കണ്ടില്ലേ മക്കളെയും കൊണ്ട് പോയി ട്രെയിനിൻ്റെ അടിയിൽ പോയി മരിച്ചത്, നിനക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് നിരന്തരം ഇതാണ് നമ്മളെ അങ്ങോട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുവാണ്. ഇവരുടെ പരാതികളിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും മർദ്ദനമുണ്ടായി. വിവാഹബന്ധം വേർപെടുത്തി പോകണമെന്നാണ് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ആവശ്യം. എന്നാൽ താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച് പെരുവഴിയിലേക്കിറങ്ങാൻ തയ്യാറല്ലെന്ന് വീട്ടമ്മ പറയുന്നു. 24 കോട്ടയം.